പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചിതയ്ക്കായി ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം എന്റെ 8-ാമത്തെ വാക്യം. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? യഹോവയായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ആര് പ്രവചിക്കാതിരിക്കും? വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഇവിടെ ചിന്തിക്കുന്ന വചനം എന്ന് പറഞ്ഞത് സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ ദൈവജനത്തെ രണ്ട് നിലകളിൽ നാം ചിന്തിക്കുമ്പോൾ, ഒന്ന് ലോകപ്രകാരമുള്ള സിംഹം. ലോകപ്രകാരമുള്ള സിംഹം ഗർജിക്കുമ്പോൾ കാട്ടിലുള്ള സകല മൃഗങ്ങളും നടുങ്ങുന്നു. കാട് നടുങ്ങി, മൃഗങ്ങൾ നടുങ്ങി, അത് ചിതറി ഓടുന്നു. ഹല്ലേലൂയ. സിംഹങ്ങളുടെ മുമ്പിൽ വന്ന് വീഴുന്ന ഇരയായി മാറുന്നു ലോകപ്രകാരം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യഹൂദ ഗോത്രത്തിലെ സിംഹമായ നമ്മുടെ കർത്താവ്, യഹൂദ ഗോത്രത്തിലെ രാജസിംഹമായ നമ്മുടെ കർത്താവ് ഇസ്രായേലിന്റെ പാപം, സകല ജനത്തിനെ പാപം കാണുമ്പോൾ സിംഹഗർജനം പോലെ നമ്മുടെ കർത്താവ് ഗർജിക്കുമ്പോൾ ആര് നമ്മുടെ കർത്താവിനെ ഭയപ്പെടാതിരിക്കും? രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. ആമോസിന്റെ ശക്തമായ പ്രവചന ദൂതുകളാണ് ഈ 3-ാം അധ്യായം എന്ന് പറയുന്നത്. ഇതോടെ എല്ലാ ഇസ്രായേലിലും കുറ്റക്കാരൻ എന്നാണ് ആമോസ് പ്രവാചകൻ പറയുന്നത്. അല്ലേ? ഒരു 1-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ കാണുന്നത്, ഇസ്രായേൽ മക്കളെ, നിങ്ങളെക്കുറിച്ച് ഞാൻ മിസ്രയീം ദേശത്തും പുറപ്പെടുവിച്ച സർവ വംശങ്ങളിലത്തെ കുറിച്ചും യഹോവ അരുളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പിൻ. ഭൂമിയിലെ സകല വംശങ്ങളിൽ വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും എന്ന് ദൈവം പറയുക. ആമോസിൽ കൂടെ ശക്തമായ ദൂതുകളാണ്. ഹല്ലേലൂയ. തുടർന്ന് ഇങ്ങോട്ട് 3-ാം വാക്യം തൊട്ട് താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ചില ചോദ്യങ്ങളാണ്. ഹല്ലേലൂയ. സ്തോത്രം. 3 തൊട്ടുള്ള വാക്യങ്ങൾ പറയുമ്പോൾ ചില ചോദ്യങ്ങളാണ് തുടങ്ങുന്നത്. ഹല്ലേലൂയ. അതിനകത്ത് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഇരയില്ലാതിരിക്കുമ്പോൾ സിംഹം കാട്ടിൽ അലറുമോ? ഒന്നിനെയും പിടിച്ചിട്ടില്ലാതെ ബാലസിംഹം ഗുഹയിൽ നിന്ന് പുറപ്പെടുവിക്കുമോ? കുടുക്കില്ലാതിരിക്കെ പക്ഷി നിലത്തെ കെണിയിൽ അകപ്പെടാതിരിക്കുമോ? ഒന്നും പിടിക്കാതെ കെണി നിലത്ത് വീണ് പൊങ്ങുമോ? നഗരത്തിൽ കാഹളം ഊതുമ്പോൾ ജനം പേടിക്കാതിരിക്കുമോ? യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ? യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യം ചെയ്യുകയില്ലെന്നുള്ള ശക്തമായ ദൂതാണ് ആമോസിലൂടെ നമുക്ക് നൽകി തരുന്നത്. ഹല്ലേലൂയ. ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ കഴിയുന്നത് യാക്കോബ് ഗൃഹത്തിലുള്ള ശിക്ഷകളെ കുറിച്ചാണ്. 7 ചോദ്യങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. അപ്പം ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്നും പ്രത്യേക ജനമായി തെരഞ്ഞെടുത്ത ഇസ്രായേൽ ദൈവത്തോട് പാപം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം അവരുടെ മേൽ വരും എന്നുള്ളത് ആമോസ് പ്രവാചകൻ ഓർപ്പിക്കുമ്പോൾ, പ്രൈസലോ, പുതിയ നിയമസഭയോടും ഉള്ള ബന്ധത്തിൽ ഈ വചനം പറയുന്നത്, വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്മേൽ വീണ്ടും പാപങ്ങൾ പ്രവേശിക്കുമ്പോൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനം വീണ്ടും പാപത്തിലേക്ക് വീഴുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം നമ്മളിൽ വെളിപ്പെടുമെന്ന് ഒരു മുന്നറിയിപ്പും കൂടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച സകല ദൈവമക്കളും ദൈവവചനത്തെ അനുസരിച്ച് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥയ്ക്ക് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ശക്തമായ പ്രവചന ദൂത്. അതുകൊണ്ടാണ് ദൈവം തന്റെ വചനം തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ വചനം കേൾപ്പിന്ന് തുടങ്ങുന്ന ഈ 3 പ്രധാന സന്ദേശങ്ങളാണ് ഈ തുടർന്ന് വരുന്ന അധ്യായങ്ങളിലൊക്കെ കാണുന്നത്. ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഇസ്രായേലിലുള്ള പ്രത്യേക പദവി. അതുകൊണ്ട് ആ പദവിക്ക് അനുസാരമായി നമ്മൾ ജീവിക്കണം. അല്ലെ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന പദവികളെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അല്ലെ? ഇപ്പം 3 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ, അല്ലെ 6 ചോദ്യങ്ങളിൽ, അല്ലെ പറയുന്ന വാക്യങ്ങളിൽ പറയുന്ന ചോദ്യങ്ങൾ, 7 ചോദ്യങ്ങൾ, അത് വളരെ ശ്രദ്ധേയമാണ്. ഓരോ ദൈവഭക്തനും വായിച്ച് മനസ്സിലാക്കി ഇരിക്കേണ്ട ദൈവിക വചന സന്ദേശങ്ങളെ ദൈവാത്മാവ് നമുക്ക് നൽകുന്നതിന്റെ ഉദ്ദേശം, കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസന്നമായ ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട്
ജീവിത വിശുദ്ധിയോടെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ശക്തമായ ദൂതുകളാണ്. അല്ലേ? അപ്പം പ്രവചനം ഒരു കാലത്തും മനുഷ്യന്റെ ഇഷ്ടത്തിന് ഉണ്ടാകുന്നതല്ല. പ്രവചനം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ ഇഷ്ടത്തിന് ഉണ്ടാകുന്നതല്ല. ദൈവത്തിന്റെ വിശുദ്ധ അലുയ സ്തോത്രം അലുയ മനുഷ്യ ദൈവത്തിന്റെ വിശുദ്ധരായിരിക്കുന്ന ജനത്തിന് ദൈവം തെരഞ്ഞെടുത്ത ആത്മാവിൽ ആരാധിക്കുന്ന ആത്മാവിൽ ശുദ്ധീകരണം പ്രാപിച്ച അകത്തും പുറത്തും ശുദ്ധീകരണം പ്രാപിച്ച ദൈവമക്കൾക്ക് ദൈവം നൽകുന്നതാണ് പ്രവചനം എന്ന് പറയുന്നത്. പ്രവചനം എന്ന് പറയുന്നത് തന്നിൽ പരിശുദ്ധാത്മാവിലാണ് നാം ഈ പ്രവചന ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥ പ്രവചനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു മനുഷ്യൻ പൂർണ്ണമായി വീണ്ടെടുക്കപ്പെട്ട് ജീവിത വിശുദ്ധി ഹൃദയത്തിനകത്തും പുറത്തും ജീവിതത്തിൽ വ്യക്തമായ നിലനിൽപ്പും ജീവിതത്തിൽ ശക്തമായ അർത്ഥവും ജീവിതത്തിൽ വ്യക്തമായ വേർപാടും പാലിക്കുന്നവനാണ് ദൈവം പ്രവചന ശുശ്രൂഷ കൊടുക്കുന്നത്. അല്ലാത്ത പ്രവചനങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതെല്ലാം വ്യാജങ്ങളായിരിക്കും. ആമോസിനെയൊക്കെ ദൈവം ശക്തമായ രീതി തെരഞ്ഞെടുത്ത് ശുദ്ധീകരണത്തോടെ ദൈവത്തിന് നിർത്തി ദൈവത്തിന് വേണ്ടതുപോലെ ദൈവത്തിന് ഇഷ്ടമായ രീതി ദൈവവചനം ശക്തമായി മടി കൂടാതെ ലക്ഷ്യം കൂടാതെ അധൈര്യപ്പെട്ടു പോകാതെ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത പ്രവാചകനാണ് ആമോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മളും ദൈവത്തിന്റെ വചനത്തെ ദൈവം നമുക്ക് നൽകുമ്പോൾ നമ്മൾ അതിനകത്ത് മായം ചേർക്കാതെ മലിനത കൊണ്ടുവരാതെ കൂട്ടിച്ചേർക്കാതെ വള്ളിപുള്ളി മാറ്റാതെ പാപത്തെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി ശക്തമായ ദൂതുകൾ അല്ലേരിയ നാം ജനത്തോട് പറഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ജനത്തിന് മാനസാന്തരം ഉണ്ടാവുള്ളൂ. രക്തം ചെയ്യും. അപ്പൊ പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്തിൽ വന്നതല്ലെന്ന് പത്രോസിന്റെ ലേഖനം നമുക്ക് വായിക്കാൻ കാണാൻ കഴിയും. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു: പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത് അത്രേ. അപ്പം പ്രവചനം പറഞ്ഞാൽ ദൈവ ഇഷ്ടത്താൽ അല്ലേരിയ ദൈവ ഇഷ്ടത്താൽ അഥവാ ദൈവകൽപ്പനയാൽ അല്ലേരിയ ദൈവകൽപ്പന മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിക്കുമ്പോൾ ദൈവം അവർക്ക് നൽകുന്ന കൃപാവരങ്ങളിൽ ഒന്നാണ് പ്രവചനം എന്ന് പറയുന്നത്. അല്ലേരിയ ഇതുവരെ പ്രവചനം മനുഷ്യന്റെ ഇഷ്ടത്തിൽ വന്നതല്ല. ദൈവവചനം ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതുമല്ല. ദൈവവചനം എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതുമല്ല. അല്ലെങ്കിൽ മനുഷ്യന്റെ ഇഷ്ടത്താൽ എന്ന് പറഞ്ഞാൽ സ്തോത്രം അവന്റെ ഭാവനകൾക്കും ഊഹാഭോഗങ്ങൾക്കും അനുസൃതമായതല്ല ദൈവവചനം എന്നാണ് പറയുന്നത്. മനുഷ്യനിലായിരുന്നെങ്കിൽ മനുഷ്യനിലൂടെ ആയത് ഈ വചനം വന്നെങ്കിൽ മനുഷ്യന്റെ ഊഹാഭോഗങ്ങൾക്കും ചിന്തകൾക്കും അവന്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചേനെ. പക്ഷെ മനുഷ്യന്റെ ചിന്തകൾക്കും ഊഹാഭോഗങ്ങൾക്കും അവന്റെ ബുദ്ധിയിൽ ഉദിച്ചതല്ല ദൈവവചനം എന്ന് പറയുന്നത്. ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് എഴുതി തന്ന ദൈവത്തിന്റെ വൻ ജീവനുള്ള വചനം. ആ വചനത്തിന്റെ യഥാർത്ഥ ഉടയവൻ യേശു കർത്താവാണ്. ഏരിയ അപ്പം വചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്തല്ല കേട്ടോ. എന്നാൽ ബുദ്ധി കൊണ്ട് അനേക വചനങ്ങളും ബുദ്ധി കൊണ്ട് അനേക പ്രമാണങ്ങളും മനുഷ്യൻ എഴുതി വെച്ച അനവധി പ്രവചനങ്ങളും ദൂതുകളും ഒക്കെ ഉണ്ട്. അല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നൽകാത്ത ദൈവത്തിന്റെ ആത്മാവ് പറയാത്ത അനവധി ആലോചനകളും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ഓരോ പ്രവചനം കേൾക്കുമ്പോഴും അത് ദൈവത്തിന്റെ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ആണോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അല്ലേലൂയ. ഇവിടെ മനുഷ്യന്റെ ഊഹാഭോഗങ്ങൾക്കും അവന്റെ അനുസൃതമായ ഭാവന ചിന്തകൾക്കും ഉള്ളതല്ല ദൈവവചനം. അല്ലെങ്കിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചെഴുതിയ വചനമായതുകൊണ്ടാണ് അതിനെ പ്രവചനം എന്ന് പറയുന്നതും തിരുവചനം എന്നൊക്കെ പറയാൻ കാരണമായതും. ഹല്ലേലൂയ. അപ്പം പ്രവചനം അഥവാ ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതായി ഇവിടെ പറയുമ്പോൾ പൗലോസ് അതേ കാര്യം തന്നെ ദൈവത്തിന്റെ ശ്വാസമാണെന്ന് പറയാം. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വചനം പ്രവചനം ഒക്കെ പറഞ്ഞാൽ ദൈവത്തിന്റെ ശ്വാസമാണ്. ഹല്ലേലൂയ. ദൈവശ്വാസം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവില്ലെങ്കിൽ പ്രവചനവുമില്ല. പരിശുദ്ധാത്മാവില്ലെങ്കിൽ പ്രവചനമില്ല. നമുക്കറിയുന്ന അനവധി ആളുകൾ പ്രവചിക്കുന്നുണ്ട്. വിവിധ മതങ്ങളിലുള്ളവർ പ്രവചിക്കുന്നുണ്ട്. വിവിധ മത ചിന്താഗതികൾ പ്രവചിക്കുന്നുണ്ട്. വിവിധ സാംസ്കാരിക രംഗത്ത്, ചലച്ചിത്ര രംഗത്ത്, മാധ്യമ രംഗത്ത്, മീഡിയ രംഗത്ത് നിൽക്കുന്ന അനവധി ആളുകൾ പ്രവചിക്കുന്നുണ്ട്.
പ്രവചനം ഒരുപാടുണ്ട്. പക്ഷെ യഥാർത്ഥ പ്രവചനം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ, ആ മനുഷ്യനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ, അഭിഷേകത്തിൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ ദൈവം അവന് കൊടുക്കുന്നതാണ് യഥാർത്ഥ പ്രവചനം. ആ പ്രവചനമാണ് മനുഷ്യനോട്, ഭൂമിയോട്, സമൂഹത്തോട്, പ്രകൃതിയോട് ബന്ധപ്പെട്ട് യഥാർത്ഥമായി നിറവേറുന്നത്. ലേലിയ മാനുഷികമായ കണക്കൂട്ടലുകൾ കൊണ്ടും ആ മനുഷ്യന്റെ ചിന്തയ്ക്കും ആ മനുഷ്യന്റെ ഊഹാപോഹങ്ങൾക്കും ഭാവനയെ അനേക കാര്യങ്ങൾ പറയാറുണ്ട്. ചിലതൊക്കെ യാഥാർത്ഥ്യമായത് കണ്ടാൽ പോലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട പ്രവചനമാണ് യഥാർത്ഥ വചനം അഥവാ ദൂതെന്നൊക്കെ പറയുന്നത്. അല്ലേലിയ. അപ്പൊ പരിശുദ്ധാത്മാവാണ് നമ്മുടെ മേൽ ഈ പ്രവചനത്തെ. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഈ പ്രവചനം ഒന്നുമില്ല. അപ്പൊ യഥാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പ്രവചിക്കുന്നത് ദൈവമക്കളാണ്, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്, ആത്മാവിനെ സ്ഥിതിയിൽ ആരാധിക്കുന്ന ദൈവമക്കളാണ് യഥാർത്ഥ പ്രവചന ശുശ്രൂഷ ചെയ്യുന്നവർ. അല്ലേലിയ. മറ്റുള്ളവരൊക്കെ പ്രവചന കോപ്പി അടിച്ച് ചെയ്യുമ്പോൾ ദൈവമക്കൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടെന്ന് പ്രവചിക്കും. രക്തജയം. ഈ പ്രവാചനത്തെ കുറിച്ചൊക്കെ നമ്മള് വേദപുസ്തകത്തെ പഠിക്കണം. വേദപുസ്തകം പഠിക്കുമ്പോൾ യെശയ്യാവ് തൊട്ട് മാലാഖി വരെയുള്ള വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട അല്ലേലിയ പ്രവാചകന്മാരിൽ കൂടെ ദൈവം സംസാരിച്ചതും ആ പ്രവചനത്തിന്റെ അടിസ്ഥാനവും ആ പ്രവചനത്തിന്റെ യോഗ്യതയും ആ പ്രവചനത്തിനകത്തുള്ള ദൈവിക സാന്നിധ്യം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രവചനം എന്തെന്ന് മനസ്സിലാക്കുന്നത്. അത് പുതിയ നിയമത്തിൽ അല്ലെ പൗരസാദിയായ വിശുദ്ധന്മാർ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അല്ലേലിയ. അപ്പൊ സ്തോത്രം എന്ന് പറഞ്ഞാൽ അല്ലേയ പരിശുദ്ധന്മാർ വരുമ്പോൾ പ്രവാചകന്റെ ഹൃദയം അഗ്നിയാൽ ചുട്ടരിയും. അല്ലേലിയ. പരിശുദ്ധന്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ പ്രവാചകന്റെ ഹൃദയം അഗ്നിയാൽ ചുട്ടരിയും. അഗ്നിയാൽ ചുട്ടരിയ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അല്ലേലിയ. അഗ്നിയാൽ ചുട്ടരിക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു ദൈവദാസന്റെ മേൽ പ്രവാചകന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അവന്റെ ഉള്ളിലെ ആത്മാവിന്റെ തീ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി എന്ത് ചെയ്യും? അവന്റെ ആളിക്കത്താൻ തുടങ്ങും. അല്ലേലിയ. പരിശുദ്ധാത്മാവിനാൽ ദൈവം പറയുന്നത് പ്രവചനമായി മാറും. ഒരാളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അഗ്നിയായി ആളിക്കത്തുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഒരുവിനിൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ ആ സമയത്ത് ദൈവത്തിന്റെ വചനം പ്രവചനാത്മാവിൽ പറയുവാൻ തുടങ്ങും. അതാണ് യഥാർത്ഥ പ്രവചനം കേട്ടോ. അപ്പൊ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവവചനത്തിലൂടെ പ്രവചനം പറയാൻ പറ്റത്തുള്ളൂ. അല്ലേലിയ. പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കാത്തിടത്തോളം കാലം, നമ്മളിൽ ആത്മാവിന്റെ പ്രവൃത്തി ഇല്ലാത്തിടത്തോളം കാലം, ആത്മാവിന്റെ അഭിഷേകം, ആത്മാവിന്റെ തീ ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അപ്പൊ പ്രവചനം എന്ന് പറയുന്നത് യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദരൻ, അനവധി പ്രവാചകന്മാരും പ്രവചന ശുശ്രൂഷ ചെയ്യുന്നവർ ലോകത്തിൽ വിവിധ മതങ്ങളിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വഴി തെറ്റിപ്പോകരുത്, നിങ്ങൾ തെറ്റിപ്പോകരുത്, വഞ്ചിക്കപ്പെട്ടു പോകരുതെന്നാണ് ആമോസ് പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇസ്രായേലിന് നൽകി കൊടുക്കുന്ന ദൂത്. മിസ്രയീം ദേശത്തു നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ഇസ്രായേൽ സകല വംശങ്ങളിൽ വെച്ച് പ്രത്യേക ജനമായി അവരെ ദൈവം തിരഞ്ഞ് വേർതിരിച്ചെങ്കിലും അവരെ നടത്തിക്കൊണ്ടുവന്ന മോശയ്ക്കെതിരെ അവർ പിറുപിറുത്തു, ദൈവത്തിനെതിരെ പിറുപിറുത്തു. ആ പിറുപിറുപ്പിന്റെ ഫലമായി അവരെല്ലാം മരുഭൂമിയിൽ പെട്ടുപോയി. അല്ലേലിയ. വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കാൻ പലർക്കും കഴിഞ്ഞില്ല. അല്ലേലിയ. ഈ വചനത്തെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ നിങ്ങൾ ഈ ഭൂമി ജീവിക്കുന്നതെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസനമായിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ജീവിത വിശുദ്ധിയോടെ ആത്മാവ് നിറയപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് നൽകി തരുന്ന ശക്തമായ ദൂതുകൾ നീ ഏറ്റെടുത്ത് ദൈവ വചന വ്യവസ്ഥയിൽ നീ ജീവിക്കുമ്പോൾ രക്തജയം. നിന്റെ ജീവിതത്തിന്റെ ആകുലതകൾ മാറുവാൻ തുടങ്ങും. നിന്റെ ജീവിതത്തിന്റെ കണ്ണുനീര് മാറുവാൻ തുടങ്ങും. നിന്റെ ജീവിതത്തിന്റെ ദുഃഖങ്ങൾ മാറുവാൻ തുടങ്ങും. നിരാശപ്പെടുത്തുന്നതിന്റെ മാമേലിയ ഭയപ്പെടുന്ന അനുഭവങ്ങളെ മാറി ദൈവം നിനക്ക് ആത്മാവിൽ ധൈര്യം തരാൻ തുടങ്ങും. രക്തം ചെയ്യും. ജീവിത വിശുദ്ധിയിലേക്ക് വരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. പ്രവചനത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട് കുറച്ച് പണം കിട്ടുമെന്നും രോഗസൗഖ്യം കിട്ടുമെന്നും മക്കൾ വിദേശത്ത് പോകുന്നു, നീ വിദേശത്ത് പോകുന്നു, നിനക്ക് 4 നില വീട്ട് കിട്ടുമെന്നും ഒക്കെ പറയുന്നതല്ല പ്രവചനം കേട്ടോ. അല്ലേരിയ. അതൊക്കെ പ്രവചനത്തിന്റെ ഭാഗമായിട്ട് ഇരുന്നാൽ പോലും യഥാർത്ഥ പ്രവചനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിലെ പാപത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്.
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പാപങ്ങളെ, പാപ സ്വഭാവങ്ങളെ, ദൈവത്തോടുള്ള മത്സരത്തെ, ആ മത്സര ചിന്താഗതികളെ, അവന്റെ ഉള്ളിൽ, അവന്റെ ശരീരത്തിൽ, അവന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പാപ സ്വഭാവങ്ങളെ വെളിപ്പെടുത്തി ആ മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് യഥാർത്ഥ പ്രവചനം എന്നൊക്കെ പറയുന്നത്. ഇന്നത്തെ അങ്ങനെയുള്ള പ്രവചനമൊക്കെ ഇന്ന് കുറവാ, അല്ലേ? ഇന്നത്തെ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, പ്രവചനം എന്ന് പറഞ്ഞ് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. എവിടെ ചെന്നാലും നമ്മൾ ഈ പ്രവചനം കേട്ടാൽ ആദ്യം പറയുന്ന ചില ദൂതുകളുണ്ട്, ചില ദേശത്തിന്റെ പോരുകളുണ്ട്, ചില ദേശത്തിന്റെ ശക്തികളുണ്ട്, ചില വരത്തുപോക്കുന്ന ശക്തികളുണ്ട്, ചില സർപ്പശക്തികളുണ്ട്, ആവിചാരമുണ്ട്, മന്ത്രവാദം, കൂടോത്രം, ക്ഷൂദ്രമുണ്ട്, തകടുണ്ട്, വൈറസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ ഭാരപ്പെടുത്തുന്ന, ഉള്ളിൽ വിഷമുണ്ട്, കൈവിഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെടുന്ന അനവധി ദൂതുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവത്തിന്റെ ജനം, അഭിഷേകത്തിൽ നിറയപ്പെട്ട് നിൽക്കുന്ന ദൈവജനത്തിന് നേരെ ശത്രു ഏത് തന്ത്രം കൊണ്ടുവന്നാലും ഫലിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ സംഖ്യാപുസ്തകം 23 അധ്യായം 23 വാക്യം വായിക്കണം. ആ വിചാരം യാക്കോബിന് ഭരിക്കുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിൽ ഭരിക്കുകയില്ലെന്നാ. ഹല്ലേലൂയ. ഇത് യാക്കോബ് ഗൃഹത്തോട് ദൈവം പറഞ്ഞ ദൂതാ. യാക്കോബ് ഗൃഹത്തോട് ദൈവം പറഞ്ഞ ദൂതാണെങ്കിലും അത് എനിക്ക് നിങ്ങൾക്കുള്ള ദൂതാ. ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ, ആത്മാവിൽ നിൽക്കുമ്പോൾ, ലോകജനം നിനക്കെതിരെ എന്തെല്ലാം ആഭിചാരം ചെയ്താലും, മന്ത്രവാദം ചെയ്താലും, ശൂദ്രം ചെയ്താലും നിനക്ക് ഭരിക്കത്തില്ലെന്നാണ്. അല്ലേ? പിന്നെന്തിനാ നിങ്ങൾ ഈ ദുരാത്മാവ്, അശുദ്ധാത്മാവെന്ന് പോകുന്നത്? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അത് വരുന്നത്? അങ്ങനെ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തോട് ചേർന്ന് പോകും. വീണ്ടും നീ പാപ സ്വഭാവത്തിലേക്ക് പോകുമ്പോൾ, വീണ്ടും നീ പാപത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പാപം നിന്റെ ഉള്ളിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ നിന്നെ അശുദ്ധമാക്കുന്ന സാത്താനാൽ നീ ബന്ധിക്കപ്പെടുകയാണ്. അപ്പോഴാണ് നിന്റെ ഉള്ളിൽ ഭൂതം പ്രേതമൊക്കെ ഉണ്ടാകുന്നത്. ആ ഭൂതം പ്രേതമൊക്കെ ഉണ്ടാകുന്നതിനെ ഇറക്കുവാൻ പ്രവാചകൻ പരിശ്രമിച്ചിട്ടും നടക്കുന്നില്ല. കാരണം നിന്റെ ഉള്ളിൽ തന്നെ അത് കുടിയിരിക്കുക. അങ്ങനെ പ്രവാചകൻ നോക്കിയിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ സ്തോത്രം, ഓരോ മീറ്റിങ്ങിനകത്തും ഭൂതം അലറിത്തുള്ളുന്ന വ്യക്തികളെ കാണാൻ കഴിയും. പല മീറ്റിങ്ങുകൾക്കകത്ത് ഇന്ന് ശുശ്രൂഷിച്ച പ്രവാചകന്റെ മുമ്പിൽ ഭൂതമിളകി തുള്ളിച്ചാടി ഭൂതത്തെ ഒഴിവാക്കി പുറത്തു പോയെന്ന് പറഞ്ഞ പ്രവാചകനും ആ ഭൂത ഒഴിവായ വ്യക്തി അടുത്ത ശുശ്രൂഷ നടക്കുമ്പോൾ ഇതേ അനുഭവം തന്നെയാ. അപ്പം മുമ്പ് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞതോ ഇപ്പൊ ഇതേ വീട്ടിലും അതുപോലെ തന്നെ. ഇനി നാളെ വേറൊരു ദൈവദാസം വന്നാൽ അത് തന്നെയാ. എന്തുകൊണ്ടാണ്? നിന്റെ ഉള്ളിലെ പാപത്തെ നീ ഉപേക്ഷിക്കത്തോളം കാലം നിന്റെ ഹൃദയത്തിന്റെ മലിനത മുഖാന്തരം, ഹൃദയത്തിലെ അശുദ്ധി മുഖാന്തരം, ഹൃദയത്തിലെ ജഡികമായ ജീവിതം, അശ്ലീലമായ നിന്റെ ജീവിത സാഹചര്യങ്ങൾ മുഖാന്തരം നിന്റെ ഉള്ളിലെ ഭൂതം വിട്ടുപോകുന്നില്ല. ആ ദുരാത്മാവ്, അശുദ്ധാത്മാവ് പോകുന്നില്ല. പോകാത്തത് കൊണ്ടാണ് നിന്റെ ഭൂതം ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം, പ്രവചനം എന്നൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത് നിന്റെ ഉള്ളിലെ പാപത്തെ കുറിച്ച് ബോധ്യമാക്കി തരുമ്പോൾ നീ ആ പാപം ഏറ്റുപറയണം. അപ്പൊ യഥാർത്ഥ പ്രവചനം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിലെ പാപങ്ങളെ വെളിപ്പെടുത്തുന്നതാണ്. അല്ലേ? ഇന്നത്തെ എല്ലാം സമ്പൽ സമൃദ്ധിയുടെ പ്രവചനങ്ങളാണ്. അല്ലേ? എന്നാൽ ഒരു മനുഷ്യന്റെ പാപത്തെ വെളിപ്പെടുത്തി കൊടുത്ത് അവനെ നേരായ പാതയിലേക്ക് കൊണ്ടുവരുന്ന പ്രവചനങ്ങളൊന്നും ഇന്ന് സഭയിൽ കേൾക്കാറില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രസംഗിക്കുക, ദൈവത്തിന്റെ ആത്മാവ് ആമോസിലൂടെ സാഹചര്യത്തെ നോക്കി പറയാം, ഇസ്രായേൽ ജനം മുഴുവൻ കുറ്റക്കാരാണ്. എന്നെ കേൾക്കുന്ന പുതിയ നിയമസഭയിട്ട് പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് പറയാം, നിങ്ങൾ മുഴുവനും കുറ്റം ചെയ്ത് നിൽക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ മുഴുവൻ പാപം കൊണ്ട് നിറയപ്പെട്ട് നിൽക്കുന്നു. പാപം നിന്റെ ജീവിതത്തിലും കുടുംബത്തിന്റെ തലമുറയിലും വ്യാപിച്ചിട്ട് നീ ദൈവത്തിന് അകന്നു നിൽക്കുന്നു. നിന്റെ കുടുംബം തകരുന്നു, നിന്റെ കുടുംബം ചിന്ന ഭിന്നമായി മാറുന്നു, നിന്റെ ജീവിതം തകരുന്നു, നിന്റെ ലക്ഷ്യങ്ങൾ തകരുന്നു, നിന്റെ ഉയർച്ചകൾ തകരുന്നു, നിന്റെ ഭാവി നശിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എവിടെയാണ് പാപം സംഭവിച്ചത്? എന്നെ കേൾക്കുന്ന യുവതീവാക്കന്മാരോട് എവിടെയാണ് ജീവിതത്തിൽ കുറവ് വന്നത് നീ മനസ്സിലാക്കി. ഒരുപക്ഷെ മറ്റാർക്കും അറിയാത്ത, മറ്റാർക്കും വെളിപ്പെടാത്ത, മറ്റാരോടും പറയാത്ത നിനക്കും മാത്രം അറിയാവുന്ന നിന്റെ ജീവിതത്തിൽ മാത്രം നീ ഒതുക്കി സൂക്ഷിക്കുന്ന പാപചിന്തകൾ, പാപപ്രവൃത്തികൾ, നീ വീണ് കിടക്കുന്ന പാപ സ്വഭാവത്തെ ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിക്കുമ്പോൾ ഇതുപോലെ നീ അത് ഏറ്റുപറയാൻ തയ്യാറാകണം. ഒരുപക്ഷെ നീ മദ്യത്തിന് അടിമയായിരിക്കുക, മയക്കുമരുന്ന് അടിമയായിരിക്കുക, ചൂതാട്ടങ്ങൾക്ക് അടിമയായിരിക്കുക, അശ്ലീലമായ ജീവിതത്തിന് ഏതെങ്കിലും പൈശാചികമായ തന്ത്രങ്ങളിൽ നീ അടിപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന അശുദ്ധിയെ, മലിനതയെ നീ എടുത്ത് പുറത്തു കളയണം, രക്തം ചെയ്യണം. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. യഥാർത്ഥ പ്രവചനം കേൾക്കുമ്പോൾ മാനസാന്തരപ്പെടണം.
മാനസാന്തരപ്പെടുന്നവൻ വിശ്വാസ സ്നാനം സ്വീകരിക്കണം. വിശ്വാസ സ്നാനം ചെയ്യും, പരിശുദ്ധാത്മാവിന്റെ സ്നാനം പ്രാപിക്കണം. അവൻ വേർപാടും വിശുദ്ധിയും വേർപാട്ട ജീവിതം നയിക്കണം. അല്ലേരിയ അവൻ അപ്പോസ്തലിക ഉപദേശം കേൾക്കുന്നവനായിരിക്കും, വചനം കേൾക്കുന്നവനായിരിക്കണം. അവന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടായിരിക്കണം, കൂട്ടായ്മയുണ്ടായിരിക്കണം, അപ്പം തുറക്കലുണ്ടായിരിക്കണം. ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾക്കകത്ത് ഉറച്ചു നീ നിന്നാൽ അല്ലേരിയ നിന്റെ ജീവിതത്തിൽ ശത്രുവിന് ഇതിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ദൈവവചനത്തിൽ അടിസ്ഥാനമായിട്ട് നിൽക്കണം. ഓരോ സഭയ്ക്കകത്ത് നടക്കുന്ന പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത് അല്ലേലിയ ജനത്തിന് മാനസാന്തരം വരുന്നതായിരിക്കണം. ഇന്നത്തെ വലിയ വലിയ പ്രവചന ശുശ്രൂഷയും പ്രവചനം നടക്കുന്ന ജനം ഓടിക്കൂടുന്നത് എന്തിനാ? പാപത്തിന് പരിഹാരം വരുത്തല്ല, പാപബോധം വരുവാനും വേണ്ടിയിട്ടല്ല, അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് പലരും പല പ്രവാചക ശുശ്രൂഷയിലും ചെല്ലുന്നത്. അല്ലേ? പ്രവചനം എന്ന് പ്രവചന ജനം ചെയ്ത അനുഗ്രഹം വേണം, രോഗശാന്തി വേണം, ഭൂതശാന്തി വേണം, കുടുംബം അനുഗ്രഹിക്കണം, സ്ഥലം വാങ്ങണം, വീട് വെക്കണം, മക്കളെ വിദേശത്ത് വേണം, സ്വന്തം വിസ വേണം. ഇതൊക്കെയാണ് പല പ്രവചനത്തിനകത്തും പലരും പറയുന്നത്. അല്ലേ? അത് തെറ്റാണോ തെറ്റല്ലയോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഞാൻ ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നൊന്നുമില്ല, നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഞാൻ ദൈവവചനം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം വായിച്ചപ്പോഴും പ്രവചന ശുശ്രൂഷ വചനങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് യഥാർത്ഥ പ്രവചനം എന്ന് പറയുന്നത് മനുഷ്യന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവനെ ബോധം വരുത്തി ആ പാപത്തിൽ നിന്ന് അവനെ വിടുവിക്കുക എന്നുള്ളതാണ്. അല്ലേ? അങ്ങനെ നമ്മുടെ ഉള്ളിലെ സകല മലിനതകളും നാം ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ നാം കാണാത്ത അനുഗ്രഹങ്ങളെ, നന്മകളെ ദൈവം തുറക്കാൻ തുടങ്ങും. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. മാലാഖയുടെ പുസ്തകം 3-10 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ആമീൻ. നീ യഥാർത്ഥമായിട്ട് പാപമോചനം പ്രാപിച്ച് വിശുദ്ധിയോടെ ദൈവസനിൽ കടന്നു വന്ന് പരിശുദ്ധാത്മാ നിയോഗത്തോട് നീ ദൈവത്തോട് ആരാധിക്കുമ്പോൾ ആമീൻ നിന്റെ കഷ്ടങ്ങൾ, നിന്റെ വേദനകൾ, സങ്കടങ്ങൾ കണ്ടിട്ട് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് ദൈവം നിനക്ക് ആമീൻ നിന്നെ അനുഗ്രഹിക്കും. സ്ഥലം പോരാതെ വരുവോളം. അതെ, ഇന്നിന്റെ കഷ്ടത മാറും, സങ്കടങ്ങൾ മാറും, ദുഃഖങ്ങൾ മാറും. അല്ലേ? പിന്നെ ഓരോ പ്രവാചകനും വളരെ മുഖ്യമായ 2 ആത്മാക്കളെ കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം. ഓരോ പ്രവാചകനും 2 വിധത്തിലുള്ള ആത്മാക്കളെ കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് പ്രവാചകന്റെ മാനുഷിക ആത്മാവ് മനുഷ്യന്റെ ആത്മാവ് തന്നെ എന്ന് തിരിച്ചറിയണം. ഓരോ പ്രവാചകന്റെ മാനുഷിക ആത്മാവ് മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന ആത്മാവാണ്. അപ്പൊ മനുഷ്യന്റെ ആത്മാവിനെ ദൈവം ഒരു ദീപമായി കത്തിക്കും. അല്ലെ? മനുഷ്യാത്മാവിനെ ദൈവം ഒരു ദീപമായി കത്തിക്കും. അതാണ് നമ്മൾ ഈ സദൃശവാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലേ? സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സദൃശവാക്യം അല്ലേലിയ സ്തോത്രം 20-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിന്റെ അറകളെയൊക്കെ ശോധന ചെയ്യുന്നു. അല്ലേലിയ. അപ്പൊ മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ ദീപമായി കഴിയുമ്പോൾ, അല്ലേലിയ, ദൈവത്തിന്റെ ദീപമായി കഴിയുമ്പോൾ അത് നമ്മൾ ഉദരങ്ങളിലേക്ക് ആ ദീപം ഇറങ്ങിച്ചെല്ലും, ആ വചനം ഇറങ്ങിച്ചെല്ലും, വെളിച്ചം ഇറങ്ങിച്ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ ഉദരത്തിന്റെ അറകളെയൊക്കെ ശോധന ചെയ്യും. ഹല്ലേലൂയ. അത് യഥാർത്ഥ പ്രവചനം നീ കേൾക്കുമ്പോൾ, യഥാർത്ഥ പ്രവചനദൂത് കേൾക്കുമ്പോൾ ആമീൻ മനുഷ്യന്റെ ആത്മാവ്, നിന്റെ ആത്മാവ് ദൈവത്തിന്റെ ദീപമായി ആമീൻ നിന്റെ ഇരുളഞ്ഞ ഹൃദയത്തെ, പാപം നിറഞ്ഞ ഹൃദയത്തെ, അശുദ്ധി നിറഞ്ഞ ഹൃദയത്തെ ആമീൻ ദൈവത്തിന്റെ പ്രകാശമായി അത് വെളിപ്പെട്ട് കഴിയുമ്പോൾ, ദൈവത്തിന്റെ പ്രകാശമായി നിന്റെ ആത്മാവ് മാറുമ്പോൾ നിന്റെ ഉദരങ്ങൾ അറകളിലേക്ക് വെളിച്ചമിറങ്ങാൻ തുടങ്ങും. അല്ലേരിയ. നിന്റെ ഉദരത്തിന്റെ അറകളിലേക്ക് വെളിച്ചം ഇറങ്ങിയിട്ട് അല്ലേരിയ സ്തോത്രം അല്ലേയ നിന്നെ ശോധന ചെയ്യും. അങ്ങനെ ശോധന ചെയ്ത് നിന്നെ പുറത്തെടുക്കുന്നതാണ് യഥാർത്ഥ പ്രവചനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വെള്ളി ഊതിക്കഴിച്ചാൽ തട്ടാൻ നല്ലൊരു ഉരുപ്പിടി കിട്ടും എന്ന് പറയുന്നത്. അത് വെള്ളി തട്ടാൻ ഉരയിലിട്ട് അവലൊരു ചട്ടിയിലിട്ട് ഉരുക്കി അതിലെ കീടം മാറ്റി എടുക്കുന്നത് പോലെ യഥാർത്ഥ പ്രവചനത്തിന്റെ ആത്മാവ് അവനുള്ള ശുശ്രൂഷ നടക്കുമ്പോൾ നിന്റെ ഉള്ളിലെ പാപത്തിന്റെ കറകളെ, നിന്റെ ഉദരത്തിന്റെ അറകളിൽ അടിഞ്ഞുകൂട്ടി കിടക്കുന്ന ആ പാപചിന്തകളെ പ്രവചനം വെളിപ്പെടുത്തും. പ്രവാചകൻ അല്ലെങ്കിൽ പ്രവചനത്തിന്റെ ആത്മാവിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തും. അപ്പൊ നീ മാനസാന്തരപ്പെടണം. അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റത്തില്ലെന്നേ. ഓടി നടന്ന് അനുഗ്രഹം പ്രാപിച്ചിട്ട് കാര്യമുണ്ടോ? എത്രയോ ആളുകളാണ് ഓരോ ദിവസവും ഞങ്ങളുടെ കാര്യം എന്ന് പറയണം, ഞങ്ങളുടെ ഭാവി എന്ന് പറയണം, എന്താണ് കണ്ടത്, എന്താണ് കേട്ടത്, എന്താണ് തന്നതെന്നൊക്കെ ചോദിക്കുന്നത്.
അങ്ങനെ തന്നതും കേട്ടതും കണ്ടതും തിന്നതും പറയുന്നതല്ല പ്രവചനം കേട്ടോ. പലരുടെയും ചിന്താഗതി എന്താ? ഒരു പാസ്റ്റർ വിളിച്ച് പ്രാർത്ഥിച്ചവനെ തന്നത് കണ്ടത് തിന്നത് കേട്ടത് പറഞ്ഞത് ഇരുന്നത് പോയത് നടന്നത് ഒക്കെ പറയുക എന്നുള്ളത് അങ്ങനല്ല. അങ്ങനെ പറയുന്ന പ്രവാചകന്മാരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതല്ല പ്രവചനം. പ്രവചനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ്. അത് ദൈവത്തിൽ പ്രാപിക്കുന്നതാണ്, പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് പ്രവചിക്കുന്ന പ്രവചനം എന്ന് പറയുന്നത് മനുഷ്യന് പാപബോധം വരുത്തുന്നതാണ്. മനുഷ്യന്റെ ആത്മാവ് അല്ലെങ്കിൽ അത് യഹോവയുടെ ദീപമായി മാറുന്നതാണ്. അല്ലേ? അപ്പം പ്രവാചകൻ ഒന്ന് മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപമായി മാറി അത് ഉദരത്തിന്റെ അറകളിലേക്ക് ചെന്ന് ശോധന ചെയ്യുന്നതായിരിക്കണമെന്നൊരു ബോധ്യമാണ് വേണ്ടത്. അപ്പൊ മനുഷ്യന്റെ ആത്മാവിൽ സ്വയ ചിന്തകൾ, സ്വയ ഓർമ്മകൾ എല്ലാം ഉണ്ട്. മനുഷ്യന്റെ ആത്മാവിൽ എന്താണ്? അവന്റെ സ്വയം ഇഷ്ടങ്ങള്, അവന്റെ സ്വയം ചിന്തകള്, അവന്റെ സ്വയം ഓർമ്മകൾ, അവന്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കൂടാതെ അറിവ്, ജ്ഞാനം, വിവേകം മുതലായവയെല്ലാം ആ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. ലേലിയ എന്ന് പറഞ്ഞാൽ പ്രവചനം പറയുമ്പോൾ, പ്രവചന ദൂത് കേൾക്കുമ്പോൾ പ്രവാചകന്റെ ആത്മാവിനെ കർത്താവിന്റെ ആത്മാവിനെ പൂർണ്ണമായി കീഴ്പ്പെടുത്തണം. അല്ലേരിയ ഒന്ന് പ്രവാചകൻ അറിഞ്ഞിട്ട് ഒന്ന് പ്രവചനം പറയുമ്പോൾ പ്രവാചകന്റെ ആത്മാവിനെ നമ്മുടെ കർത്താവിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തി കൊടുക്കണം. അല്ലേരിയ അങ്ങനെ പ്രവാചകന്റെ ആത്മാവിനെ ദൈവത്തിന്റെ ആത്മാവിന് പൂർണ്ണമായി വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രവചനം നമുക്ക് ദൂതായിട്ട് മാറുന്നത്. അങ്ങനെ പ്രവചനം ദൂതായി മാറിക്കഴിയുമ്പോൾ മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപമായി മാറുന്നു. അത് ഉദരത്തിന്റെ അറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പാപബോധം വരുത്തുന്നു. അല്ലേരിയ ആ പാപബോധമാണ് നിനക്കുണ്ടാകുന്ന മാനസാന്തരം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാ, ഇതുവരെ നിന്റെ ഉള്ളിൽ മാനസാന്തരം ഉണ്ടായിട്ടില്ലെങ്കിൽ, നിന്റെ ഉദരത്തിന്റെ അറകളിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങളെ, സ്വാമിന് അശ്ലീലമായതിനെ നീ എടുത്ത് പുറത്തു കളയുന്നില്ലെങ്കിൽ നിനക്ക് ദൈവത്തിൽ ഒന്നും പ്രാപിക്കാൻ കഴിയില്ല. അല്ലേലിയ അത് നിന്റെ ഉദരത്തിന്റെ അറകളിൽ ശുദ്ധീകരണം പ്രാപിക്കുകയാണെങ്കിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സകല ആത്മീയ അനുഗ്രഹങ്ങളും ദൈവം നിനക്ക് തരിക തന്നെ ചെയ്യും. അല്ലേലിയ വേദനയുടെ, ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ, സങ്കടത്തിന്റെ, കടക്കണിയുടെ നടുവിലൂടെ കടന്നുപോകുന്ന 10,000 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അവരെ ആരും ദൈവം തള്ളിക്കളയത്തില്ല. നിങ്ങളെ ആരും ദൈവം ഉപേക്ഷിച്ച് കളയത്തില്ല. നിങ്ങളെ ആരും ദൈവം കൈവിട്ട് കളയത്തില്ല. നിങ്ങളെല്ലാം ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ 59:1 പറഞ്ഞതുപോലെ, രക്ഷിപ്പാൻ കഴിയാത്തവനൊരു കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ലേരിയ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ യേശു പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. എബ്രായലേഖനം 13:5 വരുമ്പോൾ, ഞാൻ നിന്നെ കൈവിടുക ഉപേക്ഷിക്കുകയില്ല. അത് ദൈവം പറഞ്ഞ് നിന്നെ ഒരിക്കലും തള്ളിക്കളയാതെ. അല്ലേ? നിന്നെ സ്നേഹിക്കുന്ന യേശു നിന്റെ സകല പാപങ്ങളും വലിയ ദൈവസന്നിധി ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് വരുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ തുടങ്ങും. അല്ലേലിയ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഒരിക്കലും നീ ദൈവത്തിന് അന്യപ്പെട്ടവനല്ല. നീ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. പക്ഷെ നിന്റെ പാപ സ്വഭാവങ്ങൾ മുഖാന്തരം, നിന്റെ പാപ ചിന്തകൾ മുഖാന്തരം നീ ദൈവത്തിന് അകന്നു പോയി. അതുകൊണ്ട് മടങ്ങി വരുവാൻ പ്രവാചകൻ ഇസ്രായേലിനെ നോക്കി പറയുക, ആമോസ് ഇസ്രായേലിനെ നോക്കി പറയുക, നിങ്ങൾ മുഴുവൻ കുറ്റക്കാരാ, നിങ്ങൾ മടങ്ങി വരണം. മടങ്ങി വന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അല്ലേരിയ എന്നെ കേൾക്കുന്ന മാതാപിതാവ്, നീ മടങ്ങി വാ. യുവാക്കന്മാരുടെ മടങ്ങി വാ. അല്ലേരിയ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. പ്രൈസലോ. അപ്പൊ മാനസാന്തരത യോഗ്യമായ ഫലം കായ്ക്കണമെങ്കിൽ മനുഷ്യന്റെ ആത്മാവ് വലിയ സ്തോത്രം, വലിയ മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപമായി മാറണം. യഥാർത്ഥ മാനസാന്തരം യോഗ്യമായ ഫലം കായ്ക്കണമെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ ആത്മാവ് യഹോവയുടെ ദീപമായി മാറണം. നിന്റെ ആത്മാവ് യഹോവയുടെ ദീപമായി മാറുമ്പോൾ, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപമായി മാറുമ്പോൾ അത് ഉദരത്തിന്റെ അറകളിലേക്ക് ഇറങ്ങി ശോധന ചെയ്യുമ്പോൾ, അശുദ്ധമായി എടുത്തു കളയുമ്പോൾ നിനക്ക് യഥാർത്ഥമായി കർത്താവിന്റെ ഫലം കായ്ക്കാൻ കഴിയും. ഇങ്ങനെയുള്ള രൂപാന്തരത്തിന്റെ, മാനസാന്തര ശുദ്ധീകരണത്തിന്റെ ശുശ്രൂഷയാണ് ദൈവസഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യം കേട്ടോ. അല്ലേരിയ ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുന്നത്. അപ്പം നമ്മൾ സ്തോത്രം, കർത്താവിന്റെ പരിപൂർണ ഇഷ്ടത്തിന് വിട്ടുകൊടുത്താൽ മാത്രമേ പ്രവചനം വ്യക്തമായും തെളിവായും പറയുവാനും സാധിക്കുകയുള്ളൂ. അല്ലേ? നമ്മൾ ദൈവാത്മാവിന് നമ്മെ പൂർണ്ണമായി വിട്ടുകൊടുക്കണം.
ദൈവാത്മാവിനെ നമ്മെ പൂർണ്ണമായി വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മനുഷ്യാത്മാവിനെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുമ്പോൾ മനുഷ്യാത്മാവിനെ ദൈവത്തിന്റെ ആത്മാവ് അധികാരം ഏറ്റെടുക്കുമ്പോൾ യഥാർത്ഥമായിട്ടും തെളിവായിട്ടും പ്രവചനം ദൈവം നമ്മളിൽ കൂടെ നൽകാൻ തുടങ്ങും. അല്ലേലിയ. അപ്പം പ്രവചനം എന്ന് പറയുന്നത് യഥാർത്ഥമായി തെളിവായിട്ടും പറയണം. അല്ലേലിയ. പല പ്രവചനവും നമ്മൾ കേട്ടിട്ടില്ലേ? ചില പ്രവചനത്തിന് ആ മുറ്റത്തിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ട് നടയുടെ മുമ്പിൽ ഒരു തകിടിന്റെ ലക്ഷണം കാണുന്നു, പെരയുടെ മൂലയ്ക്ക് ഒരു തകിട് കാണുന്നു, പെരയുടെ സൈഡിൽ ഒരു തകിട് കാണുന്നു എന്നൊക്കെ പറയുന്ന ചില പ്രവചനങ്ങളുണ്ടല്ലോ. അങ്ങനെ യഥാർത്ഥമായിട്ട് തകിടുണ്ട് എന്ന് പറഞ്ഞൊരു പ്രവാചകൻ പ്രവചിച്ചാൽ തകിട് എടുത്തു കൊടുക്കാൻ ബാധ്യസ്ഥനായിരിക്കണം. ലേരിയ. നീ ഒരു തകിടുണ്ട്, നീ ഒരു എന്തെങ്കിലും ഉണ്ട് അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് പറഞ്ഞ പ്രവാചകൻ അത് എടുത്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലേരിയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്തോത്രം. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാതെ ഒന്നും ചെയ്യില്ല. അപ്പൊ ഒരു തകിടുണ്ട്, അങ്ങനെയുണ്ട്, അതുകൊണ്ടൊക്കെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയതാണെങ്കിൽ നീ എടുത്തു കൊടുക്കണം. അല്ലാതെ പറഞ്ഞ് പേടിപ്പിക്കരുത്. വിശ്വാസികളെ പറഞ്ഞ് പേടിപ്പിച്ച് ഭയപ്പെടുത്തി അവരെ വീണ്ടും വീണ്ടും കണ്ണുകളിലേക്ക് വിടരുത്. അപ്പം ദൈവത്തിന്റെ ആത്മാവിനെ നീ പൂർണ്ണമായി വിധേയപ്പെടുത്തി കൊടുത്തു കഴിയുമ്പോൾ നിന്റെ പ്രവചനം തെളിവായും വ്യക്തമായും അല്ലെ ആ പ്രവചനം വരുമ്പോൾ എവിടെയാണ് പരാജയം എന്ന് പ്രവാചകന് കാണാൻ കഴിയും. അല്ലേലിയ. അതെടുത്ത് കൊടുക്കണം. എടുത്തു കൊടുത്ത് പിന്നെ കുടുംബത്തെ കഷ്ടം വിടിയിക്കണം. പക്ഷേ ഇന്ന് വരെ അങ്ങനെ ശുശ്രൂഷ നടക്കുന്നില്ല. അല്ലേലിയ. ഇന്ന് വരെ അങ്ങനെ ഒരു ശുശ്രൂഷ നടക്കുക, അങ്ങനെ ഒരു പ്രവചനം നടക്കുന്നില്ല. പ്രവചിച്ചു പോകും. പിന്നെ വിശ്വാസികൾ കണ്ണീരും കയ്യും കാലും ഇട്ടടിച്ച് നടക്കുക. അങ്ങനെ വിശുദ്ധിയിൽ നിൽക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ഭയപ്പെടുത്തരുത്. ലേരിയ. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതെ ഇരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യഹൂദ ഗോത്രത്തിലെ സിംഹമായിരിക്കുന്ന കർത്താവ് ഗർജിച്ചാൽ അത് പ്രവാചകൻ വിശ്വാസികൾക്ക് ഒരുപോലെ അടി കിട്ടും. ലേരിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിത്യം ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ കിണറ്റിന്റെ അരികിൽ വെച്ചിരിക്കുന്ന പമ്പ് എന്ന് പറയുന്ന മോട്ടർ, വെള്ളമടിക്കുന്നത്. അല്ലേരിയ. ഈ മോട്ടർ കുറെ കാലങ്ങൾ അത് വെള്ളം അടിക്കാതിരുന്നാൽ, കുറെ കാലങ്ങൾ ആ മോട്ടർ ഉപയോഗിക്കാതെ അവിടെ ഭദ്രമായിട്ടിരുന്നാൽ അല്ലേരിയ, ആ പമ്പിനകത്ത് എന്ത് ചെയ്യും? തുരുമ്പ് പിടിക്കാൻ തുടങ്ങും, അല്ലെ കറ പിടിക്കാൻ, ക്ലാവ് പിടിക്കാൻ തുടങ്ങും. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞ് നിങ്ങൾ ആ പമ്പ് അങ്ങോട്ട് അടിക്കുമ്പോൾ, ആ മോട്ടർ അടിക്കുമ്പോൾ ആ പമ്പിലൂടെ പുറത്തേക്ക് വരുന്ന തുരുമ്പിന്റെ ചുവയുള്ള, ക്ലാവിന്റെ മണമുള്ള, പായലിന്റെ മണമുള്ള നിറവ്യത്യാസമുള്ള വെള്ളമായിരിക്കും പുറത്തേക്ക് വരുന്നത്. അത് നമുക്ക് കുടിക്കാൻ കൊള്ളത്തില്ല, ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അതിന് പ്രത്യേകമായ ദുർഗന്ധങ്ങളൊക്കെ ആയിരിക്കും. അല്ലേരിയ. എന്നാൽ സ്തോത്രം ഉള്ളത് അങ്ങനെ ദുർഗന്ധമായിരിക്കും. എന്ന് പറഞ്ഞ പോലെ ദൈവസ്നി പ്രാർത്ഥനയുമില്ല, ആരാധനയുമില്ല, ദൈവസ്നി ധ്യാനവുമില്ല, ദൈവത്തോട് ചേർന്ന് അടക്കത്തുമില്ല, വേർപാടും വിശുദ്ധിയൊക്കെ ഇല്ലാതെ നടന്നാൽ ഈ തുരുമ്പ് പിടിച്ച പമ്പിനെ പോലാവും. അല്ലേരിയ. ഈ തുരുമ്പ് പിടിച്ച പമ്പിൽ നിന്ന് അശുദ്ധമായ ദുർഗന്ധമുള്ള വെള്ളം വമിക്കുന്ന പോലെ നമുക്ക് ദൈവമായി കൂട്ടും ബന്ധമൊന്നും ഇല്ലാതെ നമ്മൾ പ്രവചനമായിട്ട് ദൂതുമായിട്ട് നടന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അശുദ്ധമായ ചിന്തകളും അശുദ്ധമായ ആലോചനകളും ഒക്കെ പുറത്തു വരത്തുള്ളതാണ്. നല്ലത് പറയാൻ പറ്റും. വ്യക്തമായും തെളിവായും ദൈവാത്മാവ് നമ്മെ സംസാരിക്കത്തില്ല. അതുകൊണ്ട് വ്യക്തമായും തെളിവായിട്ട് സംസാരിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം അനുദിനം പഠിക്കണം, അനുദിനം ധ്യാനിക്കണം, അനുദിനം പ്രാർത്ഥിക്കണം, ദൈവത്തോട് ചേർന്നിരിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം, വേർപാടുണ്ടായിരിക്കണം, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അല്ലെങ്കിൽ നിരന്തരമായി വെള്ളമടിക്കുന്ന പമ്പിനകത്ത് ഒരിക്കലും ചെളിയുണ്ടാകത്തില്ല. അതിൽ നിന്ന് ശുദ്ധമായ വെള്ളം പുറത്തു വരുന്നത് പോലെ നിരന്തരമായി വചനം പഠിച്ച് വചനത്തിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെയാണ് ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്നത്. അവരോട് നിന്ന് മാലിന്യം വരത്തില്ല. അല്ലേരിയ. ഞാനിത് പറയുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് മറ്റു പ്രയാസമൊന്നുമില്ല. അല്ലേരിയ. കാരണം ദൈവത്തിന്റെ വചനം നമുക്ക് പ്രസംഗിക്കാൻ അധികാരമുണ്ടല്ലോ. അതുകൊണ്ട് അല്ലേരിയ, വെള്ളം അടിക്കുന്ന പമ്പ് നാളുകളായി വെള്ളം അടിക്കാതെ തുരുമ്പും എല്ലാം പുറത്തേക്ക് വരും. അല്ലേരിയ. സ്തോത്രം. അതെല്ലാം പുറത്തേക്ക് വന്നിട്ട് അത് കൊള്ളത്തില്ല, അത് ദുർഗന്ധമാണ്, കുടിക്കാൻ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ദൈവത്തോട് ചേർന്നിരിക്കണം.
ദൈവത്തോട് ചേർന്ന് അവന്റെ വചനം കേൾക്കണം. യേശുവിന്റെ വചനം കേൾക്കണം. മാറിയ ആമൻ യേശുവിന്റെ പാദപീഠത്തിലിരുന്ന വചനം കേട്ട് അവൾ നല്ല അംശം തെരഞ്ഞെടുത്തതുപോലെ നിങ്ങൾ കർത്താവിന്റെ പാദപീഠത്തിൽ ചേർന്ന് നല്ല അംശം തെരഞ്ഞെടുക്കുന്നെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ കഷ്ടതയുടെ കണ്ണുനീരിന്റെ നടുവിലൂടെ കയ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ കണ്ണുനീരിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാതെ കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. മാരകമായ രോഗത്തിന് വേണ്ടി രോഗത്താൽ അടിമപ്പെട്ടവരുണ്ട്. എത്ര ചികിത്സ ഭേദമാകാതെ കണ്ണുനീരിന്റെ നടിയിലൂടെ കടന്നു പോകുന്നുണ്ട്. ശാപത്തിൽ വീണ് കിടക്കുന്ന കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളെ ദൈവം വിടുവിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ദൈവം തന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. ചിലരുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായ ദൂത്, നീ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം ദൈവം നിന്നെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. ശക്തമായിട്ട് പറയാം, നീ ഒരു കുറ്റക്കാരൻ തന്നെയാ. ആമോസ് ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് പറയാം, നീ കുറ്റക്കാരനാ. ഹല്ലേലൂയ. ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തമാ, ദൈവത്തിന്റെ ജനം. എന്നിട്ടും ആമോസിൽ കൂടെ ദൈവം പറയാണ്, നീ കുറ്റക്കാരൻ തന്നെ. അതേ പുതിയ നിയമസഭയുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന യുവതി, എന്നെ കേൾക്കുന്ന സ്വന്തം, നീ കുറ്റക്കാരൻ തന്നെയാ. നീ കുറ്റക്കാരി തന്നെയാ. നിന്റെ ഉദരത്തിന്റെ ആറുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന പാപ സ്വഭാവങ്ങളുണ്ട്. ആ പാപ സ്വഭാവങ്ങളെ ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നീ എടുത്ത് പുറത്തു കളഞ്ഞ് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നെങ്കിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ കുടുംബത്തിലും നിറയ്ക്കാൻ പോവുകയാണ്. സ്തോത്രം. നിന്റെ കണ്ണുനീരിന്റെ ദൈവം തുടയ്ക്കും. നിന്റെ വേദനകളെ ദൈവം നീക്കിക്കളയും. നിന്റെ ദുഃഖങ്ങളെ ദൈവം നീക്കിക്കളയും. അത് നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെ പോയിട്ടില്ലാത്ത, ഇന്നുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലൂടെ ദൈവം നിന്നെ പുതിയ പുതിയ വഴിയിലൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. അത് ഇന്ന് പകൽ ദൈവത്തിന്റെ വചനത്തിന് ഏൽപ്പിച്ചു കൊടുക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പം പ്രവാചക ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ് വളരെ വിശുദ്ധിയിൽ നിന്ന് ചെയ്യേണ്ടതാണ്. വിശുദ്ധി അതിനാവശ്യമാണ്. അശുദ്ധമായവർക്ക് പ്രവചന ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. വിശുദ്ധമായവർക്ക് പ്രവചന ശുശ്രൂഷ ചെയ്യാൻ പറ്റും. അശുദ്ധമായവർ, അശുദ്ധ ജീവിതം നയിക്കുന്നവർ, അശുദ്ധ ചിന്താഗതിയുള്ളവർ, തുരുമ്പ് പിടിച്ച പമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അശുദ്ധമായ വെള്ളം പോലെ അല്ലെങ്കിൽ അശുദ്ധമായവർ പ്രവചിച്ചാലും അശുദ്ധമായി തന്നെ പുറത്തേക്ക് വരും. എന്നാൽ നല്ല ക്ലിയറായി നല്ല വെള്ളമൊഴി, തുരുമ്പില്ലാത്ത പമ്പിലൂടെ വെള്ളമടിച്ചാൽ നല്ല വെള്ളം പുറത്തു വരുന്നത് പോലെ ദൈവത്തോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ദൈവാത്മാവ് കൊടുക്കുന്ന പ്രവചനം വ്യക്തമായും ശക്തമായും അത് തെളിവായി നിനക്ക് അനുഗ്രഹമായി മാറും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിന് സല്ലിക്കണം. അതുകൊണ്ട് ദൈവത്തിന് നമ്മൾ താഴ്ത്തണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് നമ്മുടെ സ്വയ ഇഷ്ടത്തെയും ചെടിയ ജീവിതത്തെയും നമ്മൾ നീക്കിക്കളയണം. നമ്മുടെ ജഡത്തെ, നമ്മുടെ ജഡത്തിലെ ചിന്തകളെ, ജഡത്തിലെ മോഹങ്ങളെ, ജഡത്തിലെ ആഗ്രഹങ്ങളെ, ജഡത്തിലെ സ്വഭാവങ്ങളെ നമ്മൾ ആ ക്രൂശിൽ തറയ്ക്കണം. ഹല്ലേലൂയ. എല്ലാം അശുദ്ധമായി നമ്മൾ ജഡത്തിൽ നീക്കിക്കളയണം. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 5:24 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അത് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ക്രിസ്തുയേശുവിനുള്ളവനാണെങ്കിൽ, ക്രിസ്തുയേശുവിനുള്ളവളാണെങ്കിൽ നിന്റെ ജഡത്തിലെ സകല ചിന്തകളും, ജഡത്തിലെ സകല മാലിന്യങ്ങളും, ഉദരത്തിലെ സകല അറകളിലെ എല്ലാ അശുദ്ധമാതിരിയും ഹല്ലേലൂയ നീ പുറത്ത് കളയണം. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിൽ തറച്ചിരിക്കുന്നു പറഞ്ഞാൽ നീ അതിനെ തറയ്ക്കണം. ക്രൂശിൽ തറയ്ക്കണം, പുറത്ത് കളയണം, ശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയില്ല. ദൈവത്തിന്റെ ഇഷ്ടമുള്ള ശുദ്ധീകരണമാണ്. ഹൃദയശുദ്ധി ഉള്ളവരാണ് ഭാഗ്യവാന്മാർ. ഒക്കെ തിരുവെടുത്ത് പറയുന്ന ദൂതുകളാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഇന്ന് പകൽ നിന്റെയും നിന്റെ കുടുംബത്തെയും വിശാലതയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. അത് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ ആത്മാവ് ദൈവത്തിന്റെ ദീപമായി മാറട്ടെ. നിന്റെ ആത്മാവ് ദൈവത്തിന്റെ ദീപമായി മാറി ആ ദൈവത്തിന്റെ ദീപം, ആ വെളിച്ചം നിന്റെ ഉദരത്തിന്റെ അറകളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് നിന്റെ ഉള്ളിലെ ആശുദ്ധ്യം നീക്കിക്കളഞ്ഞിട്ട് നീ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നീ ആളിക്കത്താൻ തുടങ്ങണം. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. അങ്ങനെയാ അപ്പോസ്തലന്മാരെയൊക്കെ ദൈവം ഉപയോഗിച്ചത്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെയൊക്കെ ദൈവം ഉപയോഗിച്ചത് അങ്ങനെയാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രവചനത്തിന് വളരെ പ്രാധാന്യമുള്ളത്. ഒരു സഭയുടെ ശുശ്രൂഷയ്ക്കകത്ത് പ്രവചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. സഭാവിശ്വാസികൾക്ക് ദൈവവചന ആലോചന, പ്രവചന ദൂതുകൾ കൈമാറുന്നത് അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ്. അത് സമാധാനം, വിടുതലാണ്. പക്ഷേ അത് പാപബോധം വരുത്തി അവരെ ശുദ്ധീകരിക്കുന്നതായിരിക്കും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് നീ നേരായി നിന്നാൽ, നമ്മൾ നേരായി നിന്നാൽ
അല്ലേലിയ. ദൈവം നമ്മെ കൂടെയാണ് ആമേൻ തന്റെ പ്രവൃത്തി ചെയ്യുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നത്. അല്ലേലിയ. അപ്പൊ രണ്ടാമതായി വേറൊരു ആത്മാവിനെ കുറിച്ചും ആമേൻ നമ്മൾ ജാഗ്രതയോടെ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അതാന്ന് പറഞ്ഞാൽ സാത്താന്റെ ആത്മാവ്. അല്ലേലിയ. സാത്താന്റെ ആത്മാവ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിങ്ങനെ ഭൂമിയിലെല്ലാം ഊടാടിക്കൊണ്ടിരിക്കുക. സാത്താന്റെ ആത്മാവ്, സാത്താന്റെ ആത്മാവ് ഭൂമിയിലെല്ലാം ഊടാടിക്കൊണ്ടിരുന്ന ഏത് ഭക്തനെയും പാപത്തിലേക്ക് വലിച്ചിഴക്കത്തക്ക നിലയിൽ, പാപത്തിലേക്ക് തള്ളിയിടത്തക്ക നിലയിൽ മോഹങ്ങൾ കൊടുത്തും ആഗ്രഹങ്ങൾ കൊടുത്തും ചിന്തകൾ കൊടുത്തും ആലോചനകൾ കൊടുത്തും പ്രത്യാശ കൊടുത്തും സാത്താന്റെ ആത്മാവിനെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. യോബ് എന്ന് പറയുന്ന ഭക്തനെ തെറ്റിക്കും. യോബ് എന്ന് പറയുന്ന ഭക്തനെതിരെ ആമേൻ സാത്താന്റെ ആത്മാവ് ഊടാടി നടന്ന് അവനെതിരെ യോബിനെതിരെ ദൈവസന്നിധിയിൽ സാത്താൻ വാദിച്ചെന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവി, എന്നെ കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന യുവദേവന്മാരുടെ സാത്താന്റെ ആത്മാവിനെ നീ വിധേയപ്പെട്ടു കൊടുക്കരുത്. ലോകം മുഴുവൻ സാത്താന്റെ ശക്തികൾ പെരുകി, സാത്താന്റെ ആരാധകൾ പെരുകിക്കൊണ്ട്, സാത്താന്റെ കൂട്ടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നീ സാത്താന്റെ ആത്മാവിന് നീ വിധേയപ്പെട്ടു പോകാതെ ദൈവാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കണം. ഹല്ലേലൂയ. അപ്പൊ രണ്ടാമത്തെ ആത്മാവ് സാത്താന്റെ ആത്മാവ്. സാത്താന്റെ ആത്മാവ് തെറ്റായ വഴിക്ക് നിന്നെ നയിക്കും. സാത്താൻ അതിനുവേണ്ടി കൂട്ടിക്കൊണ്ടുപോകും. വേണമെങ്കിൽ അവൻ തെരഞ്ഞെടുക്കപ്പെട്ടവരെയും വഞ്ചിക്കുവാൻ തക്കവണ്ണം ആമേൻ സാത്താൻ കള്ളപ്രവാചകന്മാരെ അയക്കും. ഹല്ലേലൂയ. ആമേൻ തെരഞ്ഞെടുക്കപ്പെട്ടവരെയും വീണ്ടെടുക്കപ്പെട്ടവരെയും ശുദ്ധീകരണം പ്രാപിച്ച ദൈവത്തിന്റെ ഭക്തന്മാരെ പോലും വഴിതെറ്റിക്കുന്ന നിലയിൽ ഹല്ലേലൂയ ആമേൻ സാത്താനെ വഞ്ചിക്കും. അല്ലെങ്കിൽ സാത്താൻ കള്ളപ്രവാചകന്മാരെ അയക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നീ സാത്താന്റെ ആത്മാവിനെ മനസ്സിലാക്കിയിട്ട് ദൈവാത്മാവിലേക്ക് മടങ്ങി വരണം. അതേ കർത്താവിന്റെ വലിയ വാസനമായ കാലഘട്ടത്തിൽ പാപചിന്തയിലേക്ക് പോകാതെ മടങ്ങി വരണം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ എളുപ്പത്തിൽ ധനവാനാകാൻ ശ്രമിക്കരുത്, എളുപ്പത്തിൽ ധനാടീനാകാൻ ആമേൻ ഒരുങ്ങരുത്. ദൈവം നിന്നെ ഉയർത്തുന്നത് അനുസരിച്ച് നീ ഉയരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടത് ബലമുള്ള കൈകൾ താണിരിപ്പിന്ന് 1 പത്രോസ് 5:6 നമ്മൾ വായിക്കുന്നുണ്ട്. അത് ദൈവത്തിന് നീ ഒന്ന് കീഴ്പ്പെട്ടു കൊടുക്കുന്നെങ്കിൽ. ഹല്ലേലൂയ. അത് ഞാൻ എന്ത് പറയുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക, നിങ്ങളുടെ കണ്ണുനീരും ദുഃഖങ്ങളൊക്കെ ഒന്ന് മാറാൻ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ അത്ര ശക്തമാണ്. അതുകൊണ്ട് ആമോസ് പ്രവാചകൻ പറഞ്ഞത്, ഹല്ലേലൂയ സ്തോത്രം, ഇപ്രകാരം പറഞ്ഞത്, സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും, യഹോവയെ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ആരും പ്രവചിക്കാതിരിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പ്രവചനം, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യം ചെയ്യില്ല. ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്നത് നമ്മൾ ഏറ്റെടുക്കണം. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ, ഹൃദയത്തിന്റെ ഉദരത്തിന്റെ അറകളിലെ സകല പാപങ്ങൾ ഏറ്റുപറയണം. രഹസ്യമായി മറഞ്ഞിരിക്കുന്നു നിന്റെ സ്വമേധമായ എല്ലാ പാപങ്ങളും ഏറ്റുപറയുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. നിന്റെ ബന്ധനങ്ങളെല്ലാം അഴിയും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവ്, ഈ വചനം കേട്ടുകൊണ്ട് സകല ജനത്തെയും ദൈവരങ്ങളിൽക്കേണ്ട കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങൾ 800 കോടി ജനങ്ങൾ, തലമുറകൾ, ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യൗവനത്തിൽ, വാർത്ത, നിരാൻ, വൃത്തി, അസമ യാചകർ, ഓർഫനേജിൽ, ഓട്ടം ജീവിത തടവറയിലായിരിക്കുന്നവർക്കായി, അല്ലെങ്കിൽ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാജാക്കന്മാർ, ഏറ്റവും പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിലെ ജനത്തിനായി, സകല ഭരണ സംവിധാനങ്ങൾ, എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരെയും, സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യ മേഖല, സാമ്പത്തിക മേഖല, കർത്താവ് എല്ലാ ബാങ്കിങ് മേഖലയായിരിക്കുന്നവർക്കായി, കരസേന, വ്യോമസേന, നാവികസേന അതിർത്തികൾ കാക്കുന്നവർ, BCRBയുടെ പോലീസിന്റെ സ്റ്റേഷനുകൾ, ജുഡീഷ്യൽ വിഭാഗങ്ങൾ, ക്രമസമാധാന പാലകരെ, കർത്താവിന്റെ നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കരയിലെ കടലും ആകാശമാർഗം വാഹനം യാത്ര വാഹനം സെയിൽ ചെയ്യുന്നവർ, എല്ലാ ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സ്, എല്ലാ കർത്താവ് ഹെവി വാഹനം ഓടിക്കുന്നവരെ, കടലിലെ വാസി മത്സ്യബന്ധനം കടന്നു പോയിരിക്കുന്നവർ, ആഴങ്ങളിൽ, കനികളിലും, കമ്പനികളിലൊക്കെ ഫാക്ടറി ചെറുതുമായ എല്ലാ വ്യാപാരി, വ്യവസായ, വെടിയുടെ കച്ചവടക്കാരെ, ക്ഷീരമേഖലയും കാർഷിക മേഖലയായിരിക്കുന്നവർക്കായി, കർഷകരംഗം, മെക്കാനി, ഓട്ടോരംഗം, യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവി, പാടത്തും പറമ്പിലും കോറിയിലും മണ്ണിനോടും തടിയോടും കല്ലിനോടും മല്ലടിക്കുന്ന ജീവനത്തിനായി ഒരു നേരത്തെ വിശപ്പിനു വേണ്ടി അധ്വാനിക്കുന്ന സകലരെയും ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവി, അഴിമതിക്കാർ, കഞ്ചത്ത്, പിടുത്തക്കാർ, പിടിച്ചു കൈക്കൂലിക്കാർ മാനസാന്തപ്പെടട്ടെ. സകല അശുദ്ധമായ അശ്ലീലമായ ജീവിതം നയിക്കുന്നവരും മാനസാന്തപ്പെട്ട് മടങ്ങിയവരെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. തീവ്രവാദികൾ, ഭീകരവാദികൾ, മദ്യത്തിനും മയക്കുവിനും ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്നവർ, ഈ ലോകത്തിന്റെ പാപജനിക മോഹങ്ങൾ വീട് കിടക്കുന്ന സകല ജനങ്ങളും മടങ്ങി വന്ന് മാനസാന്തപ്പെട്ട്
ജനത്തിന്റെ ഉദരത്തിലെ അറകളിൽ കുമിഞ്ഞുകിടക്കുന്ന പാപ സ്വഭാവങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരം മടങ്ങിയിരുവാൻ ഏൽപ്പിക്കുന്ന ശാപത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് കർത്താൻ ജനം വിടിവിക്കപ്പെടട്ടെ. സകല അന്ധകാരം വിടിവിക്കപ്പെട്ട, സകല ആഭിചാരം മാത്രം കൂടുതൽ ശുദ്ധരശക്തികൾ കയ്യിൽ നിന്ന് ഈ ജനം വിടിവിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ വിദേശ രാജ്യങ്ങൾ കഷ്ടം സഹിക്കുന്ന, നൊമ്പരപ്പെടുന്ന, വിസമ്മതിക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന, പാസ്പോർട്ട് നഷ്ടപ്പെട്ട, നാട്ടിലേക്ക് കഴിയാതെ ആരോ ക്രിമിനൽ കേസ് അകപ്പെട്ട് ജയിലിൽ കഴിയുന്നവർ, മദ്യത്തിലേക്ക് അടിപ്പെട്ട് വിദേശികൾ, പാമയും കർത്താൻ വിദേശ പീഡ അനുഭവിക്കും, മക്കളായ വേദന അനുഭവിക്കുന്നവരെ ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിടുതൽ കൊടുക്കണമേ, എല്ലാവർക്കും മാനസാന്തരം കൊടുക്കണമേ. പാപത്തിന് വെടിയോട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം ഇപ്പം ജനത്തെ ഒരുക്കേണ്ടതിനായി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടി പലരും ജയിലടക്കപ്പെട്ടു, പലയിടത്തും കർത്താവ് ദൈവസഭ ഉപദ്രവിക്കുക, പീഡിപ്പിക്കപ്പെടുന്നു. കർത്താവ് എവിടെല്ലാം ദൈവദാസന്മാരെ സൂക്ഷിക്കണമേ. ജീവന്റെ വചനം വിളിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസന്മാർ ശക്തമായ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർക്കായി, ഇന്ത്യയിൽ വിവിധ ജയിലുകളിൽ കിടക്കുന്നവർക്കായി, പ്രത്യേകിച്ച് യുപിയിലെ ആമി കർത്താവ് ദൈവ മക്കളേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ കൊടുക്കണമേ. ലോകമെമ്പാടും സമാധാനം, ഭാരതത്തിൽ സമാധാനം, കേരളത്തിൽ സമാധാനം. കർത്താവ് ജനതകളുടെ പാപ വഴിവിട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ സിംഹം ഗർജിച്ച് ആർ ഭയപ്പെടാതിരിക്കും. ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടുമ്പോൾ ജനം മാനസാന്തരപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലമുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.